ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അർച്ചന അനിയന്മാരോടായിട്ട് ചോദിച്ചറിയുന്നുണ്ട്, നിങ്ങൾ ആ രാജീവിനെ എത്തിച്ചത് ഭീഷണിപ്പെടുത്തിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതല്ല ചേച്ചി ആ കേസ് ജയിക്കാനായിട്ട് സാക്ഷി പറയാനായിട്ട് അയാളെ എത്തിക്കണമെന്നുണ്ടായിരുന്നു, അങ്ങനെ എത്തിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്ന് അനിയന്മാർക്ക് താക്കീത് ചെയ്ത് അവരാവശ്യപ്പെട്ട പോലെ അവർക്ക് ആ ഒരു മധുരം അവർക്ക് കൈമാറുന്നുണ്ട്. അങ്ങനെ അത് സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും അനിയന്മാരും ചിന്നുമോളും അർച്ചനയും കൂടെ കഴിക്കുന്നുണ്ട്. ആ ഒരു സന്ദേശം, ആ ഒരു ആഹ്ലാദം അത് നടത്തുന്നുണ്ട്. പിന്നീട് നമ്മുടെ അർച്ചന ഈ കേസിൽ ജയിച്ചാൽ മുകുന്ദൻ കാവടി ഏൽക്കാന്നുള്ള പറഞ്ഞ ആ ഒരു നേർച്ച അവിടെ നിറവേറ്റാനായിട്ട് പോവാണ്. ഇത് കേട്ട് നമ്മുടെ അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം തൻ്റെ അനിയന്മാർ തന്നെ എത്രത്തോളം കരുതൽ കാണിക്കുന്നു, സ്നേഹിക്കുന്നു, തൻ്റെ വിജയം ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി കാവടിയൊക്കെ ചെയ്യാമെന്നൊക്കെ നേർച്ചയാക്കിയിരിക്കുന്നു എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ആനന്ദ കണ്ണീരും കൊണ്ട് മുകുന്ദനെ ഇങ്ങനെ നല്ലോണം നോക്കുന്നുണ്ട്. മുകുന്ദൻ പറയുന്നുണ്ട്, ഇതെല്ലാം ചേച്ചിക്ക് വേണ്ടിയാണ്, ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യാഗം ചെയ്തതല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. പിന്നീട് അമ്പലത്തിൽ ഈ കാവടി ഏൽക്കാനായിട്ട് അർച്ചനയും കുടുംബവും അനിയന്മാരും എല്ലാവരും കൂടെ എത്തിച്ചേരുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ചന്ദ്രയും വിജയശങ്കറും അതുപോലെ തന്നെ സത്യനും അവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ മുകുന്ദൻ ആ കാവടി ഏൽക്കുന്നത് കണ്ട് ഇവർ അന്തം വിട്ടുകൊണ്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർ പൂജാരിയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് നേർച്ച എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അർച്ചന ആ കേസിൽ ജയിക്കാനായിട്ട് അനിയൻ നേർന്ന നേർച്ചയാണ്. അനിയനും ചേച്ചിയും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് എത്ര പറഞ്ഞാലും തീരില്ല. ആ കേസ് ജയിച്ചത് വലിയൊരു നേട്ടം തന്നെയാണ് അർച്ചന വക്കീലിന് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് വിജയശങ്കറിനും അതുപോലെ തന്നെ ചന്ദ്രയ്ക്കും. ഇതിലൊക്കെ ഇപ്പോൾ എന്ത് കാര്യം, ഇങ്ങനെയൊക്കെ നേർച്ചും വഴിപാടും കഴിച്ചാണ് കേസ് ജയിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ പുച്ഛിച്ച് തള്ളുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവരെ ചന്ദ്രയെയും അതുപോലെ തന്നെ വിജയശങ്കറിനെ നേരിൽ കണ്ടതുകൊണ്ട് തന്നെ അച്ചുവും അതുപോലെ തന്നെ അനന്തനും മുകുന്ദനും എല്ലാവരും കൂടെ ചേർന്ന് അവരെ കളിയാക്കുന്നുണ്ട്. ആ അമ്പലനടയിൽ വെച്ച് തന്നെ കാവടി തുള്ളിക്കൊണ്ട് തന്നെ നമ്മുടെ മുകുന്ദൻ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കൊണ്ട് കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അർച്ചന പറയുന്നുണ്ട്, വേണ്ട വിട്ടേക്ക് എന്നൊക്കെയുള്ള രീതിയിൽ. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ചന്ദ്രയ്ക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്, മാറി നിൽക്കട എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മുകുന്ദൻ ആഗ്രഹിച്ച പോലെ തന്നെ അർച്ചന ആ കേസ് ജയിക്കുകയും ദൈവത്തിന് കാവടി ആയിട്ട് നേർന്ന ആ നേർച്ച നിറവേറ്റുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അസൂയും കുശുമ്പും കൊണ്ട് നടക്കുന്നുണ്ട് ചന്ദ്രയും വിജയശങ്കറും. പിന്നീട് നമ്മുടെ ചിന്നുമോള് നമ്മുടെ അർച്ചനയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും അമ്മേ, പെൺകുട്ടികൾക്ക് അച്ഛനോടായിരിക്കും ഒരു സ്നേഹവും കരുതലൊക്കെ ഒന്നും കൂടെ കൂടുതൽ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഒരു കുസൃതി കാണിക്കുന്നുണ്ട് നമ്മുടെ അർച്ചനയോട്. ആ സമയത്ത് അർച്ചനയ്ക്ക് ചെറുതായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വിഷമം തട്ടുന്നുണ്ട്, മുഖം അങ്ങോട്ട് മാറുന്നുണ്ട് ചിന്നുവിൻ്റെ വായിൽ നിന്ന് അത് കേൾക്കുന്ന സമയത്ത്. അങ്ങനെ ചിന്നു പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മേ, ഞാൻ അങ്ങനെ പറയുമോ, എൻ്റെ അമ്മയല്ലേ എനിക്കെല്ലാം, എൻ്റെ എല്ലാ സപ്പോർട്ടും എൻ്റെ എല്ലാം അമ്മയാണ്, ഞാനത് ചുമ്മാ പറഞ്ഞത്, എനിക്ക് അച്ഛനെ ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ മനസ്സിൽ അച്ഛനുള്ള സ്ഥാനം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ട് നമ്മുടെ ചിന്നുവിനെ വാരി പുണർന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മയുടെ ആ ഒരു ത്യാഗം, അമ്മ ചിന്നുവിന് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും അത് ചിന്നു ആ ഓർമ്മയിലൂടെ സ്മരിക്കുന്നുണ്ട്.